നമസ്കാരം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ രാമായണ മഹാത്മ്യത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഇന്ന് പുത്രകാമേഷ്ടി എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. പലപ്പോഴും ഈ പുത്രകാമേഷ്ടി എന്ന് പറയുമ്പോൾ അത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഏത് തരത്തിലാണ് നമുക്കത് വിവക്ഷിക്കാൻ പറ്റും? ജയ് ശ്രീറാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പുത്രകാമേഷ്ടിയാണ്. അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിലെ ഒരു ഭാഗമാണ് പുത്രകാമേഷ്ടി. രാമായണ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. പുത്ര കാമ ഇഷ്ടി, പുത്രനെ കാമിച്ച് ചെയ്യുന്ന ഇഷ്ടി. ഇഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞമാണ്. അതാണല്ലോ ഇഷ്ടിക. ഇഷ്ടിക വെച്ചിട്ട് ഹോമം ഉണ്ടാക്കി ഹോമം ചെയ്യുന്നു ഇഷ്ടി. അപ്പൊ ഇവിടെ ദശരഥൻ പുത്രകാമേഷ്ടി യാഗം ചെയ്ത് ആ യാഗത്തിന്റെ ഫലമായിട്ടാണ് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ജനിക്കുന്നത്. ഇതൊരു കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ ഇവിടെ പുത്രകാമേഷ്ടി എന്ന് പറയുമ്പോൾ പുത്രനെ മാത്രം കാമിച്ചാണോ, പുത്രിക്ക് പ്രാധാന്യമില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാം. പക്ഷെ അങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ദശരഥൻ സൂര്യവംശ രാജാവാണ്. അപ്പോൾ ആ സൂര്യവംശ രാജാവായ ദശരഥ നൃപൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന് ഒരു സൽസന്താനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആചരിച്ച ഒരു സംസ്കാരമാണ് ആ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുന്നത്. ഒരു സംസ്കാര വിധി കൂടിയാണ്. ഈ സംസ്കാര വിധി എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആവശ്യമാണ്. കാരണം സംസ്കാരമില്ലെങ്കിൽ മനുഷ്യനാവില്ല. സംസ്കാരം ലഭിക്കണമെങ്കിലോ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അറിവ് വേണം. എങ്കിലേ ജ്ഞാനവും കർമ്മവും സമന്വയിച്ച ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തില് ഗുരുകുലങ്ങളിലൂടെ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുകയും ആ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാര സമ്പന്നരായി ജീവിക്കുകയും ചെയ്തിരുന്നു. അന്നുള്ള കാലത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും തീ എന്നർത്ഥം വരും. ആ ഒരു അർത്ഥം മാത്രമേ അറിയുള്ളൂ, ഫയർ. പക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയിൽ നയിക്കുന്നതാണ് അഗ്നി. അക അഗി ഇൻ ഗത്യർത്ഥക ധാതവ, അങ്ങനെ പറയുന്നു. അപ്പോൾ ഗതിയിൽ നയിക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ അഗ്നിയാണ്. ഇപ്പൊ സൂര്യൻ അഗ്നിയാണ് അല്ലെ, ഇപ്പൊ ആചാര്യൻ അഗ്നിയാണ്, അമ്മ അഗ്നിയാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല രാജാവ് അഗ്നിയാണ്. നയിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് അഗ്നിയാണെന്നുള്ള അർത്ഥം അന്ന് മനസ്സിലായിരുന്നു. കാരണം അന്നുള്ളവർക്ക് ആ ഒരു ഗുരുകുല സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരർത്ഥമേ വരുള്ളൂ, തീ അല്ലെ, തീ അല്ലെങ്കിൽ ഫയർ. കാരണം എന്താ, യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളിൽ വളരെയധികം വൈകല്യങ്ങൾ സംഭവിച്ചു പോയി. കാരണം മനുഷ്യനെ പറയുന്നത് പോലെ അല്പജ്ഞാനിയാണ്. കുറെ കാര്യങ്ങൾ അറിയാം. ആ അറിഞ്ഞത് തന്നെ പൂർണ്ണമായിട്ടുള്ള അറിവാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ അറിവില്ലേ, അറിവുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ പുത്രകാമേഷ്ടിയെ പറ്റി പറയുമ്പോൾ പോലും പലർക്കും ഇതൊരു പരിഹാസ്യമായ കർമ്മമായിട്ടാണ് തോന്നുകയുള്ളൂ. എന്നാൽ ഈ പുത്രകാമേഷ്ടി വളരെ അർത്ഥവത്തായ ഒരു സംസ്കാരമാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. നമ്മുടെ സംസ്കാരം അനുസരിച്ച് ആ കുടുംബജീവിതം തന്നെ എന്താണ്, പ്രജായൈ ഗൃഹമേധിനാം എന്ന് പറയുന്നത്. പ്രജകൾക്കായിക്കൊണ്ട് ഗൃഹമേധം ചെയ്യുക. മനസ്സിലായില്ലേ? വരും തലമുറയ്ക്ക് വേണ്ടി ആലോചിച്ച് നോക്കൂ. വരും തലമുറയ്ക്ക് വേണ്ടി ഗൃഹമേധം ചെയ്യുക. ഗൃഹമേധം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ജീവിതം. കാരണം മേധം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട്, മേധാശക്തിയുണ്ട്. അപ്പൊ ഒരു ഗൃഹസ്ഥന് വേണ്ടത് എന്താണ്, മേധാശക്തിയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ ആ ഗൃഹസ്ഥന്റെ മേധാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രജകൾക്കായിക്കൊണ്ടുള്ള ഗൃഹമേധം സാധ്യമാവുകയുള്ളൂ. മനസ്സിലായില്ല? അതാരും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ മേധാശക്തി കുറവാണ്. ഞാനായാലും നിങ്ങളായാലും മാറ്റമൊന്നുമില്ല. മേധയുണ്ടെങ്കിൽ അവൻ എന്താവുള്ളൂ, മേധാവി ആവുകയുള്ളൂ. അപ്പൊ മേധാവി ആവാത്തിന് കാരണം ഇന്ന് പലർക്കും മേധയില്ല. മേധയില്ലാത്ത ബുദ്ധിശൂന്യന്മാരാണ് ഇന്ന് മേധാവികൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുടുംബം മുതല് ഈ മേധാശക്തിക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രജായൈ ഗൃഹമേധിനാം, പ്രജകൾക്കായിക്കൊണ്ട് ഗൃഹമേധം ചെയ്യുക എന്ന അർത്ഥം സമ്പൂർണ്ണമാവുകയില്ല. അപ്പൊ കുടുംബം മുതൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഓരോരുത്തരും പുത്രകാമേഷ്ടിയാണ് ചെയ്യേണ്ടത്. പറഞ്ഞു വരുമ്പോൾ ഇവിടെ ദശരഥ നൃപൻ, ആ സൂര്യവംശിയായ അദ്ദേഹം, സാർവഭൗമനായ ദശരഥ നൃപൻ ഒരു സൗഭാഗ്യത്തിനായിക്കൊണ്ട്, രാജ്യത്തിന്റെ ആ സൗഭാഗ്യത്തിനായിക്കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
അപ്പൊ ഇവിടെ ആ ഭാഗം തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. തന്നോട് ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭകണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനത് കാലം. യാഗം ദീക്ഷിക്കുകയാണ്. ഈ യാഗം ദീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ദീക്ഷ വേണം. ദീക്ഷ എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ അവസ്ഥയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത്. ദീക്ഷ ദക്ഷസ്യ അവസ്ഥ. അപ്പോ ആ ദക്ഷത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ജ്ഞാനം കൊണ്ട് സമാർജിക്കേണ്ട ഒന്നാണ്. ഇവിടെ ആ ജ്ഞാനം ഇല്ലാത്തതായ ഒരു ജീവിതം ഒരിക്കലും ജ്ഞാനകർമ്മ സമന്വയത്തിന് സാധ്യമാവുകയില്ല എന്നർത്ഥം. ഇതതിന്റെ തത്വം എന്നുള്ള നിലയ്ക്കാണ് പറയേണ്ടത്. നമുക്കിപ്പോ ദശരഥന്റെ കഥ അറിയാം. ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുണ്ടായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പുത്രകാമേഷ്ടി സങ്കല്പം കൊണ്ട് സംഭവിച്ചത് എന്താണ്? ആരാണ് ഉണ്ടായത്? ജഗദാനന്ദകാരകനായ ശ്രീരാമനാണ്. മനസ്സിലായില്ലേ? കവിവാണികളെ ജഗദാനന്ദകാരക, ജഗദാനന്ദകാരകൻ എന്നുള്ള പ്രയോഗം പോലും അധ്യാത്മരാമായണത്തിലുള്ളതാണ്. ഇവിടെ പുത്രകാമേഷ്ടിയുടെ ഫലമായിട്ട് സംഭവിച്ചത് ജഗദാനന്ദകാരകനായ ശ്രീരാമചന്ദ്രനാണ്. ജഗദാനന്ദകാരകൻ ജഗത്തിന് ആനന്ദം കൊടുക്കുന്നവൻ. ഈ ജഗത്തിന് ആനന്ദം കൊടുക്കുന്ന ശ്രീരാമൻ എന്ന് പറയുമ്പോൾ തന്നെ ശ്രേഷ്ഠനായ ഒരു സൽപുത്രൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ പുത്രകാമേഷ്ടി യാഗത്തിലൂടെ നമുക്ക് സംഭവിച്ചത്, നമുക്ക് ലഭിച്ചത് എന്താണ്? ശ്രീരാമൻ എന്ന മഹാപുരുഷനെയാണെന്നർത്ഥം. ആ ശ്രീരാമൻ എന്ന ഒറ്റ വ്യക്തി കൊണ്ടാണ്, ഒറ്റ വ്യക്തിയിലൂടെയാണ് ഈ ലോകത്ത് ആ രാക്ഷസ പ്രഭുത്വം ഇല്ലാതാവുകയും ആത്മാരാമത്വം നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആത്മാരാമ സങ്കല്പം, അല്ലെങ്കിൽ രാമൻ എന്ന ആ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ എന്ന ആ തത്വം പൂർണ്ണമായിട്ടും ജനഹൃദയങ്ങളിൽ എത്തിയെങ്കിൽ അതിന് കാരണം ഈ പുത്രകാമേഷ്ടിയുടെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ജഗദാനന്ദകാരകത്വം. ഈ ജഗദാനന്ദകാരകത്വം എന്നുള്ള വാക്ക് അധ്യാത്മരാമായണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വാൽമീരാമായണമല്ല, അധ്യാത്മരാമായണം. അപ്പോൾ അധ്യാത്മരാമായണത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട ഒരു പ്രയോഗമാണ് ജഗദാനന്ദകാരകൻ. അപ്പൊ അതാണ് പുത്രകാമേഷ്ടിയുടെ സൽഫലം എന്ന് പറയുന്നത്. പുത്രകാമേഷ്ടിയെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഇവിടെ സംസാരിച്ചത്. വളരെ വിപുലമായ ഒരു വിഷയമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ അവതരിപ്പിക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ദശരഥന്റെ പുത്രകാമേഷ്ടിയുടെ ഫലം എപ്രകാരമാണോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക വേദ്യമായി തീരുന്നത്, അത് നമ്മൾ ഉൾക്കൊള്ളുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും ഈ ചുരുങ്ങിയ വാക്കുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുമെങ്കിൽ അത് എല്ലാം ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. പുത്രകാമേഷ്ടിയെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിലാണ് നമ്മുടെ ആചാര്യൻ നമ്മളോട് സംസാരിച്ചത്. സന്ദേഹങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും ഈ എപ്പിസോഡിന് താഴെ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നാളെ കർക്കിടകം 3 അടുത്ത ഒരു വിഷയവുമായി, ബാലകാണ്ഡത്തിലെ തന്നെ അടുത്തൊരു വിഷയവുമായി ഞങ്ങൾ എത്തുന്നതാണ്. നമസ്കാരം.